ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു ഗെയിമിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഗെയിമിംഗ് വീഡിയോ ഗ്രാനി ചാപ്റ്റർ 2 ഒരു ഹെലികോപ്റ്റർ എസ്കേപ്പാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹെലികോപ്റ്റർ എസ്കേപ്പ് രണ്ടുപേരും വെച്ചുകൊണ്ട് ചെയ്യണമെന്ന്. സോ നമ്മൾ അതാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇത് കുറച്ച് ടാസ്ക്കാണ്, കാരണം 2 പേരും ഉണ്ട്, ഗ്രാനിയും ഗ്രാൻഡ് പിയും ഉണ്ട്. സോ അതൊരു സിമ്പിളായിട്ടുള്ള കാര്യമേ അല്ല സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിൽ കുറേ ഗ്ലിച്ചുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗ്ലിച്ചിലൊന്നും പെടാതെ ഡെത്താവാതെ നമുക്ക് നോഡെത്ത് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഗ്രാൻഡ് പേ ഉള്ളതുകൊണ്ട് നോഡെത്ത് പോസിബിൾ ആണോ എന്ന് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഡേ 1 നമ്മൾ വീണ്ടും ഗ്രാൻഡിയുടെ കട്ടിൽ നിന്ന് എണീച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തുറക്കുന്നില്ല, ഗ്രാൻഡ് പേ ഉള്ളതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് കളിക്കണം. ഈ ഡോറ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാട്ടോ. നമ്മളെപ്പോഴും ചെയ്യുന്നത് ഇവിടെ സൗണ്ട് ഉണ്ടാക്കുക, അതിനുശേഷം ഈ ഒരു സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നിൽക്കുക. അപ്പോൾ 2 മാരണങ്ങളും പോകും. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. ഗൈസ്, ഗ്രാൻഡ്പ പോയിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഗ്രാനി. A few moments later. ഗ്രാനിയും പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ മേലോട്ട് പോയിട്ട് സ്റ്റൺ ഗൺ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കുന്നത്. ഡക്ട് ടേപ്പ് കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും തള്ളി സൗണ്ട് കേട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡോർ അടച്ചിട്ട് വേണം ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട്. ഇവിടെ എന്താ ഉള്ളത്? ഡോർ ലോക്ക്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഡോർ ലോക്ക് കൊണ്ട് താഴെ സൗണ്ട് കേൾക്കുമ്പോൾ സ്റ്റൺ ഗൺ കിട്ടി. അപ്പോൾ തള്ള നമുക്ക് ഗ്രാൻഡ് പെന്തി സെക്യൂരിറ്റി അങ്ങനെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ അപ്പം മേലെ കൊണ്ടിടാം. ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണിയായി പോകും. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഡോർ ഹാൻഡിൽ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. പിക്ചർ പീസ് ഉണ്ട്, ഇടാം. പിക്ചർ പീസൊക്കെ ഇവിടെ ഇടാം. ഇവിടെ എന്താ? ഇവിടെ നമുക്ക് തുറക്കാനുള്ള സംഭവമാണ്. ഇവിടെ നമ്മൾ എല്ലാവരുടെയും സെർച്ച് ചെയ്താണ്. ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് വേസ്റ്റ് കബോർഡ്. ഇവിടെ ഗ്ലാസ് ഫ്യൂസ് ഉണ്ട്, ഇത് നമുക്ക് ആവശ്യമുണ്ട് ഹെലികോപ്റ്റർ എസ്കേപ്പ് ആവാൻ. നമുക്ക് മേലെ കൊണ്ടിട്ടേക്കാം. മെയിൻലി വേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഫ്യൂസ് വേണം, ഡക്ട് ടേപ്പ് വേണം, പിന്നെ വേറെന്താ, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ വേണം, എനിക്കൊന്നും ഓർമ്മയില്ല. നമുക്ക് ഈ ഒരു ഇതില്ലേ, ഒരു പാസ്കറ്റ് നമുക്ക് തുറന്നിട്ടാം കേട്ടോ, നമുക്ക് ആവശ്യം വരും. നമുക്കിനി 2 പിക്ചർ പീസും കൂടെ കണ്ടുപിടിക്കണം. 2 പിക്ചർ പീസും വെപ്പൺ കീയും ഹെലികോപ്റ്റർ കീയും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഇവിടെ ക്രോബാറാണ്. ഓക്കെ, ഇവിടെ ഹെലികോപ്റ്റർ മാനുവൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതില്ല നമ്മളെങ്ങനെ ഹെലികോപ്റ്റർ ഓണാക്കി പിന്നെ എസ്കേപ്പേ ആവാൻ പറ്റില്ല. ഇവിടെ നമുക്ക് റഞ്ച് ഉണ്ട്, ഇവിടെ എല്ലാവരും നമുക്ക് തുറന്നു നോക്കാം. ഗ്യാസോലിൻ നമുക്ക് വേണം കേട്ടോ, ഞാൻ അതൊക്കെ കണ്ടുപിടിക്കണം. മിക്കവാറും ഗ്യാസോലിൻ നമ്മുടെ കൊച്ചുമോൻ്റെ അടുത്തായിരിക്കും. ഓക്കെ, സോ നമുക്ക് പിന്നെ ഈ ഗെയിമിലൊരു ഞാൻ കേട്ടിട്ടുള്ളതാണ്, കൊച്ചുമോന് മീറ്റ് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഗ്രാനി നമ്മളെ തല്ലില്ല എന്നുള്ളൊരു സംഭവമാണ്. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഗ്രാനിയും ഗ്രാൻഡ്പേ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ഏകദേശം കഴിഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ ഇനി നമ്മുടെ അടുത്ത വിളിച്ചിട്ട് നമുക്ക് ക്രോബാർ എടുത്തിട്ട് താഴത്തെ ബോക്സും മേലത്തെ ബോക്സും പൊളിക്കണം. അതാണ് നമ്മുടെ പരിപാടിയൊക്കെ. വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ഫോർ ഗ്രാനി ആൻഡ് ഗ്രാൻഡ്പ. ഗൈസ്, ഗ്രാൻഡ്പ വരുന്നു. ഞാൻ നിന്നെ കണ്ടു ഗ്രാൻഡ്പ. ഇത് എന്നെ ഉണ്ടതാ ഉണ്ടിങ്ങടാ. ഇപ്പം ഗ്രാനി വരും. അമ്മേ, 2 പേർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് സ്റ്റണ്ണിന് ഇവിടെ ഇട്ടേക്കാം. ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. പാഡ് ലോക്ക് ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, മാറങ്ങട്. ഇവിടെ നമുക്ക് എന്താ ക്രോബാർ. ഓക്കെ, ക്രോബാർ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇത് കൂടെ പോവാം ഗൈസ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയിപ്പോൾ ഗ്രാനി ചാപ്റ്റർ 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം.
ചെയ്തു, എല്ലാ എസ്കേപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഗ്രാനി ചാപ്റ്റർ 1ൻ്റെ എസ്കേപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. സിവർ എസ്കേപ്പോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഹെലികോപ്റ്റർ കീ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ആകെ വേണ്ടത് പിക്ചർ പീസും ഗ്യാസലിനും മാത്രമാണ്. കൊച്ചുമോൻ അവിടെ കിടന്ന് ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം ഇടാൻ സമയം കേട്ടോ. നമുക്ക് ആ ഒരു ഹാക്ക്, ഒരു ഗ്ലിച്ചും കൂടെ നമുക്ക് ട്രൈ, ഗ്ലിച്ചാണോ അതൊരു ഇതാണോ നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യമുള്ള 3 സാധനങ്ങളും കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹെലികോപ്റ്റർ കീ, ഡക്ട് ടേപ്പും ഇതും. ഇനി നമുക്ക് വെപ്പങ്കിയാണ് മെയിൻലി വേണ്ടത്. ഓക്കെ, വെപ്പങ്കി ഇല്ലാതെ ഒരു കളി നടക്കില്ല. നമുക്ക് താഴെ പോയി ഇനി വെപ്പങ്കിയും കൂടെ സെർച്ച് ചെയ്യാം. മിക്കവാറും വെപ്പങ്കി മേലെ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. ക്രോബാർ എടുത്തിട്ട് നമുക്ക് താഴെ ഒരു ബോക്സും കൂടി ഉണ്ട്. അതിന് മുമ്പായിട്ട് ഇപ്പോൾ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ മിക്കവാറും വലിയൊക്കെ കിട്ടേണ്ടതാണ്, ഒന്നുമില്ല. ഓക്കെ, നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് താഴെ പോയി ആ ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ വെപ്പങ്കി കിട്ടണം ആഗ്രഹം. സ്പാർക്കിൾ മൂഞ്ചി. ഓക്കെ, ശുഭമായി. ഇനി നമുക്ക് ക്രോബാറിൻ്റെ ആവശ്യമില്ല, ക്രോബാർ ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് വെപ്പങ്കിയുടെ ഈ ഒരു സംഭവം തുറന്ന് വയ്ക്കാം. ഇങ്ങനെ എപ്പോഴും വെപ്പങ്കി കിട്ടുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഡോർ ലോക്ക് ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. സൗണ്ട് ആട്ടോ ഈ സാധനം ഇടുമ്പോൾ, ഡോർ ലോക്ക് ഇടുമ്പോൾ. ഇതാണ്ട് ഒരു പിക്ചർ പീസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഒറ്റ ഒരു പിക്ചർ പീസും കൂടെ മതി. നമ്മുടെ എന്താ ഗൈസ്, ഇനി ഒരു പിക്ചർ പീസും കൂടെ മതി നമുക്ക് എസ്കേപ്പിന് വേണ്ടി. അല്ല, എസ്കേപ്പിന് ഇനി ഒരു പിക്ചർ പീസ് നമുക്ക് കിട്ടാനുണ്ട്. ഇനി ഒരെണ്ണം നമുക്ക് മേലെ കൊണ്ടിടാനുണ്ട്, ഒരെണ്ണം നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. നമുക്കൊരു മേലെ കൊണ്ടിട്ട് താഴെ കർമ്മകൻ എടുത്തേക്കാം. കാരണം രണ്ടെണ്ണങ്ങളും നീക്കാനുള്ള നേരമായി. ഞാൻ മിക്കവാറും ഗ്രാൻഡ് പേയുടെ വായിലോട്ട് നിന്ന് കയറി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് സൗണ്ട് ഇട്ട് രണ്ടെണ്ണങ്ങളെയും വരുത്തിയിട്ട് മെനെ പോകണോ അതോ ഇങ്ങോട്ട് വിളിക്കാമല്ലേ? വരട്ടെ വരട്ടെ, നമുക്ക് വന്നിട്ട് ഇതാ വരുന്നു ഗ്രാനി കൂടെ. ഗ്രാനി എൻ്റെ കാൽക്കലത്ത് വീണു. ഗ്രാൻഡ് എന്ത് ചെയ്യും? ഗ്രാൻഡ് സ്പൂണായില്ലേ? ആവേണ്ടതാണല്ലോ. ഗ്രാനിയെ കൊന്ന ഉടനെ ഗ്രാൻഡ് പിയും വരുമല്ലോ. കാണാനില്ല കേട്ടോ ഗ്രാൻഡ് പേനെ. ഗ്രാൻഡ് പേക്ക് ഗ്രാനിയോട് പാസമില്ല ഗൈസ്. നോ ലവ്, ട്രൂ ലവ് അല്ല ഗ്രാനിയോട്. വെറുതെ അല്ല ഗ്രാൻഡ് പേ വരാത്ത. ഗ്രാൻഡ് പേ കാണാനില്ല, ഗ്രാൻഡ് പേ കാണാനില്ല. ഗ്രാനി ഇതെപ്പോൾ സ്പോണാവും. ഈ കളവനെ നോക്കിയൊന്നും നമ്മുടെ പരിപാടി നടക്കില്ല. നമുക്ക് മേലോട്ട് പോകാം. കളവൻ എപ്പോൾ വേണമെങ്കിലും വരണോട്ടെ. നമുക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത്, ഇവിടെ ഒരു തേങ്ങയില്ല. ഓക്കെ, ഇനി ഇവിടെ എന്താ, ഇവിടെ നിന്നാണ് നമുക്ക് സാധനം വെപ്പങ്കിയ ഇവിടെ നമുക്കെടുത്ത് കഴിക്കാൻ വെപ്പങ്കി. ഗ്രാൻഡ് പ എണീക്കാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ താഴെ പോകുന്നത് സേഫല്ല. കാരണം കിളവന് ശരിയും പറ്റില്ല. നമ്മളിപ്പോൾ എവിടെയാണോ ഇറങ്ങുന്നത് അവിടെ ആയിരിക്കും ചിലപ്പോൾ ഗ്രാൻഡ് പ സ്പോൺ ആവുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വായിലോട്ട് കയറി കൊടുക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ കളിക്കണം. എവിടെയും ഗ്രാൻഡ് പ ഉണ്ടോ? ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയത്. വേണ്ട പോകുന്നു. ഇപ്പം ഇറങ്ങും. ഉണ്ട നീങ്ങോട്ടെ. ഞാൻ കുറച്ച് അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ഗ്രാൻഡ് പ ഗ്രാൻഡ് പ പോയി നമുക്ക് പെട്ടെന്നായിരിക്കണം എല്ലാം. ഓക്കെ ഓക്കെ, ഗ്രാൻഡ് പ എന്തി നമുക്ക് ഈ പാട്ട് വയ്ക്കാം. അപ്പോൾ ഗ്രാൻഡ് പ വരും കേട്ടോ. ഗ്രാൻഡ് പ ഈ പാട്ടിന് ഡാൻസ് കളിക്കുന്നത്. അതുകൊണ്ട് ഗ്രാൻഡ് ഈ പാട്ടാണ് നല്ല പാട്ടാണ്. എനിക്ക് താഴെ പോകണമെന്നുണ്ട്, പക്ഷെ ഒരു ചെറിയ ഭയം. ഗൈസ്, നമുക്ക് 2 പേർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഗ്രാനി ഇതേ താഴെന്ന് വരുന്നുണ്ട്. നമ്മുടെ നിന്ന് മെനക്കെട്ട് അടി വാങ്ങിക്കാൻ വേണ്ടി വരുന്നു. ഗ്രാൻഡ് പ ബോട്ടിൻ്റെ അവിടെ കേട്ടോ. സൗണ്ട് കിട്ട്. ഗ്രാനി വായി തുറന്നേ. അയ്യോ, വായിൽ കൊടുക്കാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം വായി തരാവേ. ഈ പ്രാവശ്യം തൽക്കാലം
வாழ்க்கை என்பதே ഞാൻ ചത്ത്. அன்பின் 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 அன்பினில் ഗൈസ് ഞാനത് ഗ്രാനിയുടെ മേലെ ചാടിയതാണ്, ചത്തു ഗൈസ്. പക്ഷെ അത് അവരെന്നെ കൊന്നതല്ല, അത് ഞാൻ സ്വമേധ ആത്മഹത്യ ചെയ്ത. എന്തൊരു കഷ്ടമാണ്. ഞാൻ നോടെടുത്ത് ചലഞ്ച് എടുക്കണം എന്ന് വിചാരിച്ച അപ്പം തന്നെ ഞാൻ ചാവും. ഇനി നമുക്ക് വീണ്ടും കളിക്കാമെന്ന് വയ്യ. അവിടെ തന്നെ നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം. എൻ്റെ കാലൊടിഞ്ഞ കേട്ടോ. വാഴ ഗ്രാനിയെ കൊണ്ട് എനിക്ക് വയ്യ. നൂബ്, ഞാൻ വെറുതെ തോറ്റു. ഒരു കളി, എൻ്റെ ലൈഫ് വെറുതെ പോയി ഗൈസ്. ഒരു കാര്യമില്ലാതെ ലൈഫ് ഇതാ കൊണ്ട് പരട്ടക്കളവൻ തരാം നിങ്ങൾക്കൊക്കെ. നടക്ക് ഗ്രാനി, നടക്ക്. നിങ്ങൾക്കൊക്കെ ഇപ്പം തരാം ഞാനാ. ഇത് ബബ്ബ പഠിക്കുന്ന ബാ. ആദ്യം ആരാ വരുന്ന അവർക്കാണ് ആദ്യത്തെ ഗിഫ്റ്റ്. ആദ്യം ആരാ ഗൈസ്. ഈ സ്റ്റെപ്പിൻ്റെ അവിടെ സേഫ് അല്ല കേട്ടോ, നമുക്ക് കുറച്ച് നീങ്ങി നിൽക്കാം. വീണ്ടും ഗ്ലിച്ച്. ഞാൻ ഇനി ഇതിനും ഇല്ല ഗൈസ്, ഒരു പരിപാടിക്ക് ഞാനില്ല. വേഗം പോവാ. ഗ്രാൻഡ് ബോട്ടിന് അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ. അതാ ഞാൻ വരുന്നു. നെറുകം ബായ് തുറന്നേ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വായി തരാം. മാറി കിടക്കും. എൻ്റെ ബോട്ടുള്ളതാ. കളവൻ എന്തി കളവൻ ബോട്ടിന് അങ്ങോട്ട് പോയതാട്ടോ. ബോട്ടിൻ്റെ അവിടെ ആയിരുന്നു നോക്ക്. ജസ്റ്റ് മിസ്. ഇപ്പം ഞാൻ ചത്തേനെ. ഇപ്പം സെക്കൻഡ് ലൈഫ് ഞാൻ ഇതുപോലെ ഇങ്ങനെ തള്ളിയിട്ടപ്പോഴാട്ടോ ഞാൻ എൻ്റെ ഇത് പോയത്. ഇനി ആ തെറ്റ് നമ്മൾ ആവർത്തിക്കത്തില്ല. പിന്നെ നമുക്കൊരു പിക്ചർ പീസും വേണം. നമ്മുടെ വെപ്പങ്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെന്ന് വെപ്പങ്കി എടുത്ത് വെപ്പൺ എടുത്തിട്ട് നേരെ മേലോട്ട് പോവാം. എൻ്റെ ശരിക്കും എല്ലാം നമ്മൾ റെഡിയായി, നമുക്കെല്ലാം കിട്ടി, നമ്മൾ എസ്കേപ്പ് ആയി. ഓക്കെ, നമ്മൾ വെപ്പങ്കി എടുത്ത് ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പോയി വെപ്പൺ എടുത്തിട്ട് രണ്ടെണ്ണത്തിനെ ഒന്നും കൂടെ അടിച്ചുറക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആകാം ഗൈസ്. ശരിക്കും ഞാനത് ശരിക്കും അത് എൻ്റെ തെറ്റാണ് ഗൈസ്. ഞാൻ ഗ്രാനിയെ പിടിച്ച് അങ്ങോട്ട് തള്ളി നീക്കാൻ നോക്കിയതാണ്. സോ അത് എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്ന് ഒന്നാമത് എൻ്റെ കാലൊടിഞ്ഞിരിക്കാൻ പറ്റുക സ്റ്റെയറിൻ്റെ അവിടെ വീണിട്ട്. അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല. അത് ഇല്ല ഗൈസ്, നമ്മളെന്നാലും ഇത്രയും കളിച്ചു. പക്ഷെ ഇനിയൊരു പിക്ചർ പീസ് കൊച്ചുമോൻ്റെ അവിടെ എങ്ങാണ്ടാ. ഇവിടെ അല്ലേ ഇതിൻ്റെ അടിയിലാട്ടോ ഇനിയൊരു പിക്ചർ പീസ്. നമുക്കിത് എടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഇതും മേലെ ഇടാനുള്ള സമയമില്ല. നമുക്ക് മേലെ ആ ഒരു മറ്റേ നമ്മുടെ റൂമില്ലേ ഗൈസ. ഞാൻ പേടിച്ച കേട്ടോ. അതൊരു ഇതായിരുന്നു, എന്തോ ഒരു ആരോ അല്ല സോറി ഷാഡോ. ഇതിൻ്റെ ഫിനി ഇട്ട് എൻ്റെ കാലൊടിയും. അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ചെന്ന് നമ്മുടെ ഗണ്ണെടുത്തിട്ട് ഗണ്ണെടുക്കാം ഗൈസ്. എന്നിട്ട് ഗണ്ണും മേലിട്ട് നമ്മുടെ ഇതും മേലിടുമ്പോഴത്തേക്കും പരിപാടി സെറ്റായിരിക്കും. പക്ഷെ ഞാൻ രണ്ടെണ്ണത്തിനും ഉറക്കാതെ ഇവിടുന്ന് പോകത്തില്ല. അതാണ് എനിക്കൊരു ആഗ്രഹം. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളതൊക്കെ ഇപ്പം തന്നെ കൊടുത്തേക്കാം. കൊച്ചുമോനൊന്ന് കൊടുക്കണം. കൊച്ചുമോനെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് കൊടുക്കാമല്ലോ. ഇവിടുന്ന് കൊടുത്താൽ ചാവുവേ, എൻ്റെ ഉണ്ട വേസ്റ്റ് ആവും. അതാണൊരു പ്രശ്നം. വേണ്ട, വെറുതെ ചുമ്മാ റിസ്ക് അല്ലേ വേണ്ട കേസ്. നമുക്കൊരു കാര്യം ചെയ്യാം. സ്റ്റൺ ഗൺ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഒരു ബുള്ളറ്റ് ഇതിലും ഉണ്ട്. അപ്പോൾ നമുക്ക് കൊച്ചുമോനിട്ടൊന്ന് കൊടുക്കാം. വലിച്ച് വെറുതെ ഒരു ബുള്ളറ്റ് ഒന്ന് ഇഷ്ടമായി. കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗ്രാനിക്ക് കൊടുക്കണ ക്ലിപ്പ് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു കോള് വന്നു, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ഗണ്ണെടുത്ത് കൊണ്ട് മേലെ ഇട്ടേക്കാം. ഓക്കെ, ശേഷം നമ്മൾ താഴെ പതുക്കെ ഇനി ചാവല്ലേ, ലാസ്റ്റ് പോവാറാകുമ്പോൾ ചാവല്ലേ. പിക്ചർ പീസ് എടുക്കുക. ഇത് എത്ര നേരം എടുക്കുക ഗൈസ്. ഗ്രാനിയെ കൊല്ലുന്ന ക്ലിപ്പ് കാണിക്കാൻ പറ്റില്ല, ഒരു കോള് വന്നു. അതുകൊണ്ട് നമ്മൾ ആ ക്ലിപ്പ് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാ ഐറ്റംസ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പിക്ചർ പീസാണ് വേണ്ടത്.
ഈ മുറിയില്ല, അപ്പുറത്ത് മുറി മാറിപ്പോവാം. ഓക്കെ, നമുക്കിത് വേഗം സെറ്റ് ചെയ്ത് പോവാം. ശരിക്കും ഹെലികോപ്റ്റർ എസ്കേപ്പ് രണ്ടുപേരും വെച്ച് സിമ്പിളായിരുന്നു. ബട്ട് ഞാൻ ചെയ്തൊരു മണ്ടത്തരം കാരണം ചുമ്മാതെ എൻ്റെ ഒരു ലൈഫ് പോയി. ശരിക്കും അത് ഞാൻ ചെയ്തൊരു വലിയൊരു മിസ്റ്റേക്കാണ്. സോ അത് ഞാൻ തന്നെ ചെയ്ത തെറ്റാണ്. അത് ശരിക്കും എൻ്റെ ഗെയിമിനെ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഗെയിമിനെ കുറിച്ചാണെന്നും. അത് ഞാൻ പിടിച്ച് വെച്ചിട്ട് ഗ്രാനെ അങ്ങോട്ട് തള്ളി നീക്കാൻ നോക്കിയതാണ്. ബട്ട് അത് നടന്നില്ല. അതാണ് സംഭവം ഉണ്ടായത്. അല്ലാതെ ഗെയിമിൻ്റെ ഗ്ലിച്ചൊന്നും അല്ല കേട്ടോ. ഗെയിമൊക്കെ പക്ക പെർഫെക്റ്റ് ഗെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോറ് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഈ സംഭവം കേട്ടോ, അവയല്ല ഈ സംഭവം. ഞാൻ എപ്പോഴും ഇതിൻ്റെ അകത്ത് ചുമ്മാതെ ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യും. കുനിഞ്ഞ് വരുമ്പോഴാണ് അടിക്കാറുള്ള കേട്ടോ, എനിക്കതിഷ്ടം. കുനിഞ്ഞ് വരുമ്പോൾ അടിച്ചാൽ കറക്റ്റ് ആയിരിക്കും, ബുള്ളറ്റും വേസ്റ്റ് ആവത്തില്ല. അതാണൊരു കുനിഞ്ഞ് വരുമ്പോൾ അടിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ. വെറുതെ ബുള്ളറ്റ് കളഞ്ഞ് ഗൈസ്, ഇതുപോലെ കുനിഞ്ഞു വരും, അപ്പം നമുക്ക് അടിക്കാം, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ചുമ്മാതെ ബുള്ളറ്റ് വേസ്റ്റിങ്ങാണ്. കുനിഞ്ഞു വരുമ്പോൾ ഓക്കെ സെറ്റ്. ഇനി ഇവിടുന്ന് ബുള്ളറ്റ് തരില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്കിവിടെ ഗ്ലാസ് ഫ്യൂസ് വേണം. ഓക്കെ, നിങ്ങൾ കളിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇനി ഇവിടെ എന്താ വേണ്ട ഗൈസ്, ഗ്ലാസ് ഫ്യൂസ് വേണം. അയ്യോ, ഹെലികോപ്റ്റർ കീ അല്ലേ ഗ്ലാസ് ഫ്യൂസ്. ഗ്ലാസ് ഫ്യൂസ് വെച്ചില്ലെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒരു സംഭവം ഉണ്ട്, അതുവഴി നമ്മൾ നേരെ ഓക്കെ. ഇവിടെ ഗ്രീൻ ലൈറ്റ് ആയാലും നമുക്ക് പോകാം. ഇവിടെ ഗ്രനേഡ് ഉണ്ട്. ഓക്കെ, ഇത് വെച്ച് നമുക്കൊന്ന് ഗ്രാനിയെ കൊന്നാലോ. എനിക്ക് എന്തോ അവരെ കൊന്നിട്ട് പോകുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷം ഗൈസ്. ഓക്കെ, നമുക്ക് ഗ്രനേഡ് ഇട്ട് കൊല്ലാം ഗൈസ്. അതിനൊരു ഗ്രാനി അവിടെ പിയാനോ വായിക്കാൻ തോന്നുന്നു കേട്ടാ. ഇതവിടെ ഇരിക്കട്ടെ. എനിക്കിനി ഗണ്ണിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഗണ്ണെടുത്തിട്ട് ഗ്രാനി അങ്ങോട്ട് വരുമ്പോൾ ഗ്രാനേഡ്. അപ്പോൾ ഗ്രാനി വെടിച്ച് പൊട്ടി തെറിക്കും ഗൈസ്. അതെനിക്ക് കാണുമ്പോൾ എന്തായാലും ഒരു ബുള്ളറ്റും ഉണ്ട്. ഗ്രാൻഡ് വരികയാണെങ്കിൽ ഗ്രാൻഡ് പിക്കിട്ടും കൊടുക്കാം. അങ്ങനെ വെറുതെ നമുക്ക് എസ്കേപ്പ്. ഗ്രാനി അവിടെ താഴെ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങോട്ട് വരിക. അവിടെ ഗ്രാനേഡ് അവിടെ ത്രോ ചെയ്യാൻ നമ്മൾ അതുവഴി ഓടിക്കൊള്ളണം, ഇല്ലെങ്കിൽ നമ്മളും ചാവും കേട്ടോ. ഗ്രാനി വന്നാൽ നമ്മൾ ത്രോ ചെയ്ത് ഓടണം കേട്ടോ. ഗ്രാനി ഗ്രാൻഡ് വരികയാണെങ്കിൽ ഒറ്റ പടിക്ക് രണ്ടും തീരുമായിരുന്നു. പക്ഷെ അങ്ങനെ ഗ്രാനി ഗ്രാനി ചത്ത് ചത്തു ചത്തു ഗൈസ്. ഗ്യാസെല്ലാം കിട്ടിയിട്ടില്ല മൂഞ്ചി ഗൈസ്. ഗ്യാസ് പോലും കിട്ടിയിട്ടില്ല. ഗ്യാസെല്ലാം കിട്ടിയിട്ടില്ല. ഗ്യാസെല്ലാം നമ്മൾക്ക് ഗ്യാസെല്ലാം കൊച്ചുമോൻ്റെ അവിടെ ഗൈസ്. ഞാൻ വലിയ കാര്യത്തിൽ ഗെയിം കഴിഞ്ഞെന്നൊക്കെ വിചാരിച്ചതാണ്. നമുക്ക് ഗ്യാസെല്ലാം കിട്ടിയിട്ടില്ല. ഇതാണ് നമ്മൾ ഒരുപാട് വരുന്നെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ താഴെ പോയ ഗ്രാൻഡ് പി ഉണ്ടാവും. എനിക്കാണെങ്കിൽ പേടിയാവും. അയ്യോ, ഷോട്ട് ഗണ്ണിട് കളിക്കൽ. ഇനിയിപ്പോൾ താഴെയാണെങ്കിൽ ഗ്രാൻഡ് പി ഉണ്ടാവും. Guys, this is not a good game. Guys, ഗ്രാൻഡ് പേ ഉറങ്ങുന്നു. പിടിച്ചോ ഗൈസ്. മരണമണി അടിച്ചു. ബ്രഞ്ച് അവിടെ. ബ്രഞ്ചും നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി എങ്ങാപ്പോൾ വരികയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഗൈസ്. ഈ ഗെയിം എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഗ്യാസെല്ലാം കാണാനില്ല. ഞാനിപ്പോൾ ചത്ത് ഗൈസ്. ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ വരും. വാട്ട് ഈസ് ദിസ് ബ്രോ? ദിസ് ഈസ് നോട്ട് എ ഗുഡ് ഗെയിം ഗൈസ്. ഗ്യാസെല്ലാം ഗ്ലിച്ചടിച്ച് പോയെന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ ഗ്ലിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വാട്ട് ഈസ് ദിസ്. ഗ്യാസിനും കൊച്ചുമോൻ്റെ അടുത്ത് പോണെങ്കിൽ ബ്രഞ്ച് വേണം. ബട്ട് എൻ്റെ അടുത്ത് ബ്രഞ്ചില്ല ഗൈസ്. എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ശരിക്കും ഞാനത് ഓർത്തില്ല ഗൈസ്. ഗ്യാസിൻ്റെ കാര്യം ഞാൻ എല്ലാം കിട്ടിയെന്നാണ് വിചാരിച്ചത്. ഗ്യാസിൻ്റെ കാര്യമേ ഞാൻ മറന്നു. സീരിയസ്ലി ഞാൻ മറന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഗ്യാസിൽ മിക്കവാറും കൊച്ചുമോൻ്റെ അടുത്ത്. പക്ഷെ നമുക്ക് ആയിരിക്കുന്ന ബ്രഞ്ചല്ലേ ഇത്. ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ ഗൈസ്. അത് ബ്രഞ്ചാന്ന് തോന്നുന്നു കേട്ടോ. ബ്രഞ്ചാണെങ്കിൽ ഗൈസ് സീരിയസ്ലി ഗൈസ് ഇതിലേലും നമുക്ക് കിട്ടണം. ഓ കമോൺ കൊച്ചുമോൻ എന്നെ കടിച്ചു. പ്ലീസ് ഗൈസ്. ஆசை புன்னகை மூஞ்சையில் மூஞ்சியில் ഞാൻ എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഒരുപാട് വട്ടം അങ്ങനെ പോയി കടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു ഗ്ലിച്ച് ട്രൈ ചെയ്യുക ഗൈസ്. മൂഞ്ചി കാണിച്ചു തരാം. എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം. സീരിയസ്ലി എനിക്ക് ഗെയിമും നല്ല കണക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഭ്രാന്തൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കാം മനുഷ്യൻ്റെ സ്വസ്ഥത കളയാൻ വേണ്ടി. അതാണോ എൻ്റെ ഷോട്ട് ഗൺ എന്ത് ചെയ്യും? കൊച്ചവും മണിയടിച്ച് പണ്ടാരക്കാലം മണിയടിച്ച്. ഇനിയിപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരും. പ്ലീസ് ഞാനതൊന്ന് എസ്കേപ്പ് ആയിക്കോട്ടെ. അതാ പ്രാന്തിത്തള്ളപ്പം അങ്ങോട്ട് പോകുന്നുണ്ട്. ഫേസ്ബുക്കിടും. എൻ്റെ ഷോട്ട് ഗണും കാണാനില്ല. വാട്ട് എ ലൈഫ്. ഇടഞ്ചിക്കല. ഗൈസ് ഞാൻ ആ ഷോട്ട് ഗൺ എടുക്കാൻ പോയതാ. ഗൈസ് എന്നെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല കേട്ടോ. നോടത്തെ ചലഞ്ച് പറഞ്ഞ അവസാനം സീരിയസ്ലി മൂഞ്ചി. സീരിയസ്ലി എനിക്കിവിടെ ഇരുന്നിട്ട് സത്യം പറയില്ല ഗൈസ്. എനിക്ക് ഗെയിമിൻ്റെ അകത്ത് ഞാൻ പെട്ടുപോയ കണക്ക് തോന്നുന്നു ഗൈസ്. ഇവരുടെ ഇത് കണ്ടിട്ട് മേലെയാണിത്. ഞാൻ നേരത്തെ ഒരു ചെറിയ തെറ്റ് ചെയ്തത്. സൗണ്ട് ഉണ്ടാക്കാതെ ഓർമ്മ സ്റ്റണ്ടറില്ലേ ഇത്. അതിൻ്റെ ഉണ്ട എന്തി സ്റ്റൺഗൺ മാത്രം ഇവിടെ സ്പോണായിരിക്കുന്നു കേട്ടോ. അതിൻ്റെ ഉണ്ട കിട്ടിയിട്ടില്ല. ഉണ്ടയില്ലാതെ ഞാൻ അത് തേങ്ങ ചെയ്യാൻ സ്റ്റൺഗൺ മിഴുങ്ങാൻ പറ്റുമോ ബ്രോ? വാട്ട് ഈസ് ദിസ് ഈസ് നോട്ട് എ ഗെയിം. എനിക്ക് പറ്റത്തില്ല ഗൈസ്. സീരിയസ്ലി എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് അതിൻ്റെ ഒരു എഫേർട്ട് ഫീൽ ആവുന്നുണ്ട്. സീരിയസ്ലി ഗ്രാനിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടുപേരെയും വെച്ച് കളിക്കാൻ. ഞാൻ ഒരാളെ വെച്ച് കളിച്ചപ്പോൾ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടാണല്ലോ. കൊച്ചുമോനെ ഞാൻ കാണിച്ചാൽ മേലെ ഗൈസ് സ്റ്റൺഗൺ. ഒരു കാര്യം ചെയ്യാം, ഈ സ്റ്റൺഗൺ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. അപ്പം തള്ളി ഇങ്ങോട്ട് വരും കേട്ടോ. എൻ്റെ ഗണ്ണ് എന്തി ഇങ്ങ് വാ. ആർക്കും അവസരം വെച്ചാൽ വാങ്ങിച്ചോണ്ട് പോക്കോ. വാ ഉള്ളേ എന്താ ഉള്ളേ? നീ എന്നെ നായേ ചാവ്. കൊച്ചുമോനിട്ട് ഞാൻ പണിയുന്നത്. കൊച്ചുമോനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ശരിക്കത്തെ മരുന്ന് ഞാൻ കൊച്ചുമോനിപ്പോൾ കൊടുക്കും. കൊച്ചുമോനും ആ കള്ളക്കിഴവൻ രണ്ടിനും ഞാൻ കൊടുക്കും. എവിടെ കിഴവൻ എന്തി കിളിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. എവിടെ അവൻ എവിടെയോ ആയിക്കോട്ടെ. കൊച്ചുമുള്ള ഞാൻ ഇപ്പം കൊടുക്കാടാ. ഇവാടാ ഞാൻ ഇവിടെ ഒളിഞ്ഞും പറഞ്ഞില്ല. എൻ്റെ 2 ബുള്ളറ്റും വേസ്റ്റ്. അയ്യോ രക്ഷിക്കണേ പ്രാന്ത. ഇവിടെ ഉണ്ട് ബുള്ളറ്റ്.
പക്ഷേ ഈ കൊച്ചിനെ കാണുമ്പോൾ എനിക്ക് കൈ വറക്കണം. ഗൈസ് എന്നെ കൊണ്ട് സീരിയസ്ലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ തുടങ്ങി 25 മിനിറ്റായി ഗൈസ്. സീരിയസ്ലി ദിസ് ഈസ് നോട്ട് എ ഗെയിം. ആക്ച്വലി ഇത് ഭയങ്കര പാടാ. ചെറിയ പാടൊന്നുമല്ല. നമുക്ക് അതാ വരുന്നുണ്ട്. നീ എന്നെ കണ്ടോ? എന്ത് മലന്ന് കിടക്കുന്ന എന്തിനാ കണ്ടിന്? ഗൈസ് ഇങ്ങനെ കേട്ടോ ഗൈസ്. കിഴവൻ മാറങ്ങിട്ട് ചാവാറാകുമ്പോൾ ഇവിടെ വന്ന് കിടക്കുക നടു റോട്ടിൽ. ഈ കൊച്ചുമോൻ ഇതോടാ ഗൈസ് എന്നെ കൊണ്ട് ഈ ഗെയിം പറ്റത്തില്ല കേട്ടോ. സീരിയസ്ലി പറ്റത്തില്ല ഗൈസ്. ഒരാൾ പോകുമ്പോൾ അടുത്ത ആള് ഗണ്ണിന് ബുള്ളറ്റും ഇല്ല. കൊച്ചുമോൻ കാരണം ഗൈസ് ഇത്രയും ബുള്ളറ്റ് എൻ്റെ വേസ്റ്റ് ആയത്. സീരിയസ്ലി ഞാൻ പറയുക. ഒറ്റൊരു ബുള്ളറ്റ് അതാ സ്റ്റൺ ഗൺ പോയതാണ്. ഞാൻ ചെയ്തൊരു മണ്ടത്തരം, വലിയൊരു മണ്ടത്തരം ഞാൻ ചെയ്തു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കൊച്ചുമോൻ എന്തിടാ നീ അവിടെ നിൽക്കും. ഞാൻ ഈ പ്രശ്നമൊക്കെ അനുഭവിച്ചു. സേഫ്റ്റിയുടെ ഉള്ളിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നത്. വേഗം പോയി ഹൈഡാവട്ടെ. ബിക്കോസ് ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരും. കാരണം ഞാൻ കൊച്ചുമോനെ കൊന്ന സ്ഥിതിക്ക് എൻ്റെ അടുത്ത് ഒരു ഗണ്ണും വെപ്പണും ഇല്ല. ഗ്രാനി ഒന്ന് വന്നിട്ട് പോട്ടെ ഇവിടെ. എന്നിട്ട് ഞാൻ പോയി വെപ്പൺ എടുത്തിട്ട് ശരിയാക്കാം. ഗൈസ് നമുക്ക് പോയി സേഫ് ഒന്ന് തുറന്നു നോക്കിയാലോ. ഗ്യാസ് ഒളി ഞാൻ ഒന്നും നോക്കില്ല. ഞാൻ മേലോട്ട് പോകാൻ നേരെ. ഫൈനലി കിട്ടി. നേരത്തെ കഷ്ടപ്പാടാണെന്നൊന്ന് ആലോചിക്കണേ. പോതള്ളേ ഇനി ഞാൻ ഒരു പരിപാടിക്കുമില്ല. ഒരു എസ്കേപ്പിനുമില്ല, ഒന്നിനുമില്ല. ശരിക്കും ഞാൻ പഠിത്ത് ഫിൽ കരോ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് നേരെ താഴത്തേട്ടിട്ടേക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഹെലികോപ്റ്റർ കീ എടുത്തിട്ട് ഇവിടുന്ന് പറന്ന് പോകാം സുഹൃത്തുക്കളെ. അപ്പോൾ സീരിയസ്ലി കുറേ നേരം കഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അത്രയും ടെൻഷൻ അടിച്ചൊരു ഗെയിം പ്ലേ കളിച്ചിട്ടില്ല. ഞാൻ ശരിക്കും ഇത്രയും പോകാൻ ആ കൊച്ചുമോനാണ്. എൻ്റെ കുറേ ബുള്ളറ്റ് ഞാൻ അവിടെ വേസ്റ്റാക്കി ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് 2 പേരെ വെച്ചുകൊണ്ട്. സോ അടുത്തൊരു ഗെയിം പ്ലേ എന്ത് വേണം നിങ്ങളൊക്കെ താഴെ കമൻറ്റിലോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുടങ്ങി വ്ളോഗുകളൊക്കെ മാക്സിമം കുറവായിരിക്കും. ഇതുപോലത്തെ ചെറിയ ഗെയിം പ്ലേ വീഡിയോസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ പറന്ന് എസ്കേപ്പ് ആവണം. അവർ ഇടിച്ച് തെറിച്ച് പോകാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ ആയിരിക്കും. പക്ഷെ ഇതിൽ അങ്ങനെ പോകത്തില്ല കേട്ടോ. ഇടിച്ച് തെറിച്ച് പോകത്തില്ല. ജസ്റ്റ് അവരുടെ മേലെ കൂടെ പറന്നു പോകും. ദ എൻഡ്. അപ്പോൾ ഗൈസ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. പക്ഷെ നോടത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതെനിക്കൊരു ചെറിയ സങ്കടമുണ്ട്. അത് എൻ്റെ മിസ്റ്റേക്കാണ്. കാരണം ഞാൻ പലപ്പോഴും കൊച്ചുമോൻ കാരണമാണ് എൻ്റെ ഇത്രയും ബുള്ളറ്റ് നഷ്ടപ്പെട്ടു. പിന്നെ ആദ്യം ഒരു ഗ്ലിച്ച് കാരണമാണ് ഞാൻ ഡെത്തായത്. ഇല്ലെങ്കിൽ ഞാൻ അടിപൊളിയായി കളിച്ചേനെ. സോ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ഹെലികോപ്റ്റർ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കൂളൊക്കെ തുടങ്ങി. ഗെയിമിംഗ് വീഡിയോസൊക്കെ മാത്രമായിരിക്കും ഇനിയിപ്പോൾ മാക്സിമം വരുന്നുണ്ടാവുക. കാരണം നമുക്ക് വ്ളോഗുകൾ എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. ഗെയിമിംഗ് വീഡിയോ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് വൈകുന്നേരം വന്ന് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും, ശനി ഞായറൊക്കെ. സോ ഗൈസ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഹെലികോപ്റ്റർ എസ്കേപ്പ് ഗെയിമിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തത് ഏത് ഗെയിമിംഗ് വീഡിയോ വേണമെന്നൊക്കെ താഴെ കമൻറ്റ് ബിലോ. ഓക്കെ ഗൈസ്, ബൈ.